അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ കുട്ടികൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള എൻവിഷൻ എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഒരു നിറഞ്ഞ സദസ്സിൽ കാഴ്ച പരിമിതിയുള്ളവരെ കണ്ടപ്പോൾ സത്യത്തിൽ ആലോചിച്ചു പോയ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊരു സന്ദേശമാണ് അവർക്ക് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് നോക്കി. എന്തുമാത്രം വലിയൊരു പരീക്ഷണമാണ് അവർ അനുഭവിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖമൊന്ന് കാണാൻ സാധിക്കാത്തവർ, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖമൊന്ന് കാണാൻ സാധിക്കാത്തവർ, എന്തിനേറെ നൊന്ത് പ്രസവിച്ച മക്കളുടെ മുഖം മരണം വരെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുമായി നമ്മൾ ഇടപഴകുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ കാഴ്ച ഒരു അനിവാര്യ ഘടകമാകും. അപ്പോൾ സത്യത്തിൽ ഒരു 100 മാതാവിനേക്കാളും സ്നേഹവും കാരുണ്യവുമുള്ള പടച്ച തമ്പുരാൻ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹമായ കണ്ണ് നൽകാതെ പരീക്ഷിക്കുമ്പോൾ, കാഴ്ച നൽകാതെ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമില്ലേ? എന്താണ് അതിൻ്റെ ഉത്തരം? തീർച്ചയായും എളുപ്പത്തിൽ സ്വർഗം നേടാൻ കഴിയുന്ന ഒരു പരീക്ഷണം തന്നെയാണത്. നാം അനുഭവിക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടിനും കണക്കില്ലാത്ത പ്രതിഫലമുണ്ടാകും. ഏതായിരുന്നാലും കാഴ്ചകളില്ല, തിരിച്ചു കിട്ടാൻ നിവൃത്തിയുമില്ല. അതിൽ അസ്വസ്ഥനായി ജീവിക്കുന്നതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത്? എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം പ്രതിഫലമാക്കി മാറ്റി സ്വർഗം വാങ്ങാമെങ്കിൽ എത്ര വലിയ ഐശ്വര്യമാണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏറ്റവും അധികം ജീവിത സുഖങ്ങൾ ഇവിടെ അനുഭവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് സങ്കല്പിക്കും. അത്രമാത്രം സുഖലോലുപനായി രാജാവായി അയാൾ ജീവിച്ചു. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലാണെങ്കിൽ നരകത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, ജീവിതത്തിൽ വല്ല സുഖവും അനുഭവിച്ചിട്ടുണ്ടോ? ഒരു സുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയാം. എന്നാൽ കഷ്ടപ്പാടിന് മേൽ കഷ്ടപ്പാട് ദുനിയാവിൽ അനുഭവിച്ച് നാളെ എത്തുന്നൊരു വ്യക്തിയെ സ്വർഗത്തിലൊന്ന് മുക്കിയിട്ടൊന്ന് എടുക്കുമ്പോൾ ജീവിതത്തിൽ വല്ല കഷ്ടപ്പാടും അനുഭവിച്ചു എന്ന് ചോദിക്കും. ഒരു കഷ്ടപ്പാടും അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുക. കാരണം അയാളുടെ എല്ലാം പരിഹരിച്ചു. അപ്പോൾ സത്യത്തിൽ പരലോകം എല്ലാത്തിൻ്റെയും ഒരു പരിഹാരമാണ്. അവിടെ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കാൻ ഇതൊരു കാരണമാകും എന്ന് ഉൾക്കൊള്ളാം. പക്ഷേ അതിലെല്ലാം ഉപരി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഒറ്റപ്പെടലുണ്ടാക്കുമ്പോൾ, ആളുകൾ പരിഹസിക്കുമ്പോൾ, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്തായാലും ഇവർക്കൊക്കെ ഒരു വിഷമം മനസ്സിക്ക് വരുമല്ലോ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മാനസിക വിഷമമുണ്ടാകുമ്പോൾ അവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം സന്തോഷവും സുഖവും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. മനസ്സെല്ലാവർക്കും ഉണ്ടല്ലോ. കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് മനസ്സുണ്ടല്ലോ. അപ്പോൾ കാഴ്ചകൾ ഉള്ളവരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നമ്മുടെ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് പറ്റിയാൽ പോലെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, ഇന്ന ഫി ദുനിയ ജന്ന, ഇഹലോകത്തൊരു സ്വർഗ്ഗമുണ്ട്, ആ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവൻ പരലോകത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ നമുക്ക് എന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ജീവിതം സന്തോഷകരമാക്കാൻ പറ്റും, ആഹ്ലാദകരമാക്കും. ഫബിദാലിക വല്യഫ്റഹു, ആ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. അതിലേറ്റവും പ്രധാനം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനല്ലേ. തെറ്റ് നമ്മുടെ മനസ്സിൻ്റെ ശാന്തമായ വെളിച്ചമാർന്ന സന്തോഷകരമായ അവസ്ഥയെ ഭംഗപ്പെടുത്താൻ ഒരു ചെറിയ തെറ്റ്, ഒരു ചെറിയ നോട്ടം, തെറ്റായ നോട്ടം നമ്മുടെ മനസ്സിൽ ഇരുട്ട് നടക്കും. ആ ഒരു നോട്ടം ഉപേക്ഷിച്ചാലോ നമ്മുടെ മനസ്സിൽ അതൊരു പ്രകാശമുണ്ടാക്കും. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കുക. പരമാവധി നമ്മൾ ചെയ്യേണ്ട ആരാധനകളെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കുക. നല്ലൊരു മനസ്സിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അങ്ങനെ മനസ്സ് ഒരു സ്വർഗ്ഗ ജീവിതം അനുഭവിക്കുമ്പോൾ നമ്മുടെ വൈകല്യങ്ങളോ നമ്മുടെ പ്രതിസന്ധികളോ നമ്മുടെ പ്രയാസങ്ങളോ ഒരിക്കലും നമുക്ക് തടസ്സമാവുകയില്ല. നമ്മളെ പരിചരിക്കുവാനും നമുക്ക് വിഷമങ്ങളുണ്ടാകുമ്പോഴും വാർദ്ധക്യമുണ്ടാകുമ്പോഴും നമ്മളെ നോക്കാനും നിൽക്കുന്ന ആളുകൾക്കും ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവരെ കൈപിടിച്ച് നോക്കുന്ന ആളുകൾ അത് വലിയൊരു പ്രതിഫലമാണ് എനിക്ക് ലഭിക്കുന്നത്, മരണം വരെ ഈ കൈ ഞാൻ വിടില്ല എന്നൊരു സേവന മനസ്ഥിതിയോടുകൂടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അങ്ങനെ എല്ലാ നന്മകളിലും മത്സരിച്ച് മുന്നേറാനും എല്ലാ പ്രതിസന്ധികളെയും ക്ഷമയോടുകൂടെ തരണം ചെയ്യുവാനും ആ ക്ഷമയുടെ പ്രകാശം ജീവിതത്തിൽ അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.